കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ യോഗനെ കുറിച്ചിട്ടുള്ളൊരു ഇൻട്രൊഡക്ഷനും ടൈപ്സ് ഓഫ് യോഗ 4 സ്ട്രീംസാണ് യോഗയ്ക്കുള്ളത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. കർമ്മ, ജ്ഞാന, ഭക്തി ആൻഡ് രാജയോഗ. സോ രാജയോഗയും എന്താണെന്നുള്ളൊരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞിരുന്നു. രാജയോഗ ഇറ്റ്സ് ഓൾസോ നോൺ ആസ് അഷ്ടാംഗ യോഗ. പതഞ്ജലി മഹർഷിയുടെ സേജ് പതഞ്ജലിയുടെ യോഗസൂത്ര എന്നുള്ള ഇതിനെ ആസ്പദമാക്കിയിട്ടുള്ള അതാണ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം. അദ്ദേഹത്തിൻ്റെ യോഗ സ്ട്രീമാണ് രാജയോഗ. അദ്ദേഹമാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. കിങ് ഓഫ് യോഗ എന്നാണ് ഇതിനെ അറിയപ്പെടുക എന്നുള്ള നമ്മൾ മനസ്സിലാക്കിയതാണ്. രാജയോഗ എയിംസ് ടു ഗെയിൻ മാസ്റ്ററി ഓവർ ദ മൈൻഡ്, അല്ലേ? എല്ലാ മെൻ്റൽ തോട്ട് വേവ്സിനെയും മോഡിഫിക്കേഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്ത് നമുക്കൊരാൾക്ക് മനസ്സിനെ എൻ്റെ മുകളിലൊരു മാസ്റ്ററി അല്ലെങ്കിൽ കംപ്ലീറ്റ് കൺട്രോൾ കൊണ്ടുവരാൻ ആണ് രാജയോഗയുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഗോൾ. ഇറ്റ് എയിംസ് ടു ഗെയിൻ മാസ്റ്ററി ഓവർ ദ മൈൻഡ്. സോ അങ്ങനെ ഒരാൾക്ക് അയാളുടെ മനസ്സിനെ അല്ലെങ്കിൽ മൈൻഡിനെ, തോട്ട് വേവ്സിനെയൊക്കെ കൺട്രോൾ ചെയ്യാനും ഇതിനും അത്ര എളുപ്പമല്ല എന്നുള്ളത് നമുക്കറിയാം. ഞാൻ വിവേകാനന്ദ സ്വാമിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ മാത്രം മതി. എത്രത്തോളം ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ, മൈൻഡ് ഇസ് ലൈക്ക് എ മാഡ് മങ്കി എന്ന് പറഞ്ഞിട്ടുള്ള അത്രയും റെസ്റ്റ്ലെസ് ആയിട്ടുള്ള മനസ്സിനെ, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള തോട്ട് പ്രോസസ്സിനൊക്കെ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഈസി. സോ രാജയോഗയിലുള്ള അഷ്ടാംഗ യോഗ എന്നറിയപ്പെടാനുള്ള കാരണം 8 സ്റ്റെപ്സ് അതിലുള്ളതുകൊണ്ടാണ്. സോ ഇറ്റ് ഹാസ് ഗോട്ട് 8 limbs. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് നോൺ ആസ് അഷ്ടാംഗ യോഗ. സോ ഈ 8 limbസും ഒരാൾ പ്രോപ്പറായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഗ്രാജ്വലി അയാളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാനും ശരീരത്തിനെയും മനസ്സിനെയും ശ്വാസത്തിനെയും എല്ലാം കൺട്രോൾ ചെയ്തിട്ട് അയാൾക്ക് ഈശ്വര സാക്ഷാത്കാരം അല്ലെങ്കിൽ സാൽവേഷൻ അല്ലെങ്കിൽ സൂപ്പർ കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞിട്ടുള്ള സമാധി എന്ന് പറയുന്ന അവസാനത്തെ സ്റ്റേജിലെത്താൻ പറ്റും എന്നുള്ളതാണ്. സോ നമുക്ക് ആ 8 ലിംസും 8 സ്റ്റെപ്സ് ഓഫ് പ്രാക്ടീസ് ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് നോക്കാം. നമ്മുടെ എക്സാമിന് രാജയോഗ എന്ന് പറഞ്ഞിട്ട് 5 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസുള്ള ക്വസ്റ്റ്യൻ പല ഇതിലും കണ്ടിട്ടുണ്ട് അത്. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. നിങ്ങൾ ഇത് കംപ്ലീറ്റ് എഴുതി വെക്കാൻ അറിഞ്ഞിരിക്കണം. ഇതിൻ്റെ തിയററ്റിക്കൽ ബേസൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ തന്നെയാണ് നിങ്ങളതിന് പ്രിപ്പയർ ചെയ്യേണ്ടി. അത് ഭയങ്കരമായിട്ട് അതിൻ്റെ ഇമ്പാക്റ്റ് ഒന്നും നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ ഇതെല്ലാം പഠിച്ചു വെക്കണമെന്നൊന്നുമില്ല. പക്ഷേ എക്സാമിന് ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ള സാധനങ്ങളാണ്. ഓക്കെ, നൗ സോ ലെറ്റ്സ് മൂവ് ടു ദ ഫസ്റ്റ് step of practice, which is yama niyama asana pranayama pratyahara dharana dhyana samadhi എന്ന് പറഞ്ഞിട്ടുള്ള 8 എണ്ണമാണ്. അപ്പോൾ അതിൽ യമ എന്ന് പറഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ദീസ് ആർ ദ സോഷ്യൽ കോഡ് ഓഫ് കണ്ടക്ട്. ഒരാൾ യമ സോഷ്യലും നിയമ എന്ന് പറയുന്നത് പേഴ്സണൽ ഒബ്സർവൻസസുമാണ്. സോ സോഷ്യൽ കോഡ് ഓഫ് കണ്ടക്ട് എന്തൊക്കെയാണ് ഒരാൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് ഈ യമയിൽ പറയണത്. അതിൽ ഫസ്റ്റത്തേതാണ് അഹിംസ, മീൻസ് നോൺ വയലൻസ്. കംപ്ലീറ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഹാംലെസ്നെസ്സാണ് അഹിംസ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നോട്ട് കോസിങ് എനി ഹേർട്ട് ഓർ ഇഞ്ചുറി ടു എനി വൺ ഓർ എനിത്തിങ്. ഒന്നിനെയും നമ്മൾ ഇറ്റ് ഡസൻ മിയർലി മീൻസ് കില്ലിങ്. അഹിംസ എന്ന് പറഞ്ഞാൽ ഈ ഒന്നിനെയും കൊല്ലാതിരിക്കുക എന്നുള്ളത് മാത്രമല്ല, ഈവൻ ഹേർട്ടിങ് ത്രൂ യുവർ വേർഡ്സ് ഓർ ഡീഡ്സ് വിൽ കം അണ്ടർ ഹിംസ. സോ അതൊന്നും ഒരാളെ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ഒന്നും പോലും ഒന്നിനെയും ദ്രോഹിക്കാതിരിക്കുന്ന കംപ്ലീറ്റ് ആയിട്ടുള്ള പെർഫെക്റ്റ് ഹാംലെസ്നെസ്, അതിനാണ് അഹിംസ ഓർ നോൺ വയലൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇതാണ് സത്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു ബി ട്രൂത്ത്ഫുൾ. വൺ ഹാസ് ടു ബി ട്രൂത്ത്ഫുൾ ഇൻ ഹിസ് വേർഡ്സ് ആൻഡ് ഡീഡ്സ്. സത്യം മാത്രം പറയണ സത്യസന്ധനായിട്ടിരിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ അതിൽ ചെയ്യേണ്ട, ഈ യമ എന്ന് പറയുന്നതിൽ രണ്ടാമത്തെ പ്രാക്ടീസ് ചെയ്യേണ്ട നമ്മളെ കാര്യം. മൂന്നാമത്തേതാണ് ആസ്ഥേയ, നോൺ തെഫ്റ്റ് ഓർ നോൺ സ്റ്റീലിംഗ്. ഒന്നും അന്യൻ്റെ മുതലൊന്നും ആഗ്രഹിക്കാതെ അതൊന്നും അപഹരിക്കാതെ ഇരിക്കുന്ന സാധനം. നാലാമത്തേതാണ് ബ്രഹ്മചര്യ, വിച്ച് മീൻസ് സെലിബസി.
എ പേഴ്സൺ ഹു ഓൾവേസ് തിങ്ക് അബൌട്ട് ബ്രഹ്മ, ദ ഫൈനൽ ട്രൂത്ത്. ബ്രഹ്മ എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഹു ഓൾവേസ് തിങ്ക് അബൌട്ട് ദ അൾട്ടിമേറ്റ് ട്രൂത്ത്, അതിനാണ് ബ്രഹ്മചാരി എന്ന് പറയുന്നത്. അയാളുടെ ചിന്തകൾ കൊണ്ടും അയാളുടെ ഡീഡ്സിലും ഒന്നും അയാൾക്ക് വേറെ ഒരു ഇതും ഉണ്ടാവില്ല. ഹി വിൽ നോട്ട് ബി അട്രാക്റ്റഡ് ടു ദ വേൾഡ്ലി പ്ലഷേഴ്സ് ലൈക്ക് ഫാമിലി, സെക്ഷുവൽ ലൈഫ്. ഇതിലൊന്നും അയാളുടെ എനർജിയോ സമയമോ അയാൾ സ്പെൻഡ് ചെയ്യാതെ, അത്തരം ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാതെ ഹി വിൽ ബി ഓൾവേസ് തിങ്കിങ് അബൌട്ട് ദ അൾട്ടിമേറ്റ് ട്രൂത്ത്, ബ്രഹ്മ. അതിനാണ് ബ്രഹ്മചാരി എന്ന് പറയാം, ബ്രഹ്മചര്യം. ഓക്കെ. സോ ലാസ്റ്റത്തെ സോഷ്യൽ ഒബ്സർവൻസ് ആണ്, സോഷ്യൽ കോഡ് ഓഫ് കണ്ടക്റ്റ് ആണ് അപരിഗ്രഹ എന്ന് പറയുന്നത്. നോൺ ലോങ്ങിങ്, അത്യാഗ്രഹങ്ങളൊന്നും ഇല്ലാതിരിക്കുക. ഈ എന്താ പറയുക, സമ്പത്തിനോടും മറ്റുള്ള സ്വത്തിനോടൊക്കെയുള്ള നമുക്കുള്ള ആർത്തി, അത്യാഗ്രഹങ്ങളില്ലേ, മനുഷ്യൻ ഒരിക്കലും ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു ഇതിലെത്തൂല. ഡിസാറ്റിസ്ഫാക്ഷനും ഇതൊക്കെയാണ് അയാൾക്ക് എപ്പോഴും ഉണ്ടാവുക, അല്ലേ. നോൺ ലോങ്ങിങ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ വല്ലാതെ അത്യാഗ്രഹങ്ങളൊന്നും ഇല്ലാതിരിക്കുക. ഇതിൽ ഈ ബുദ്ധമതത്തിൻ്റെ ഒരു ഇതുണ്ട്, എന്താ, ശ്രീബുദ്ധൻ്റെ ഒരു സേയിങ് ഉണ്ട്, ലൈഫ് ഈസ് ഫുൾ ഓഫ് മിസറീസ്, ഡിസയർ ഈസ് ദ റൂട്ട് കോസ് ഓഫ് ഓൾ സോർട്സ് ഓഫ് മിസറീസ്, റിമൂവൽ ഓഫ് ഡിസയേഴ്സ് ലീഡ്സ് ടു ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു സേയിങ് ഉണ്ട് ബുദ്ധൻ്റെ. അതായത് നമ്മളുടെ റിമൂവൽ ഓഫ് ഡിസയേഴ്സ് ലീഡ്സ് ടു ഹാപ്പിനെസ്, നമുക്കുള്ള അത്യാഗ്രഹങ്ങളാണ് നമുക്ക് ഡിസാറ്റിസ്ഫാക്ഷനും ഇത് തരിക, നമുക്ക് ദുഃഖങ്ങൾ എപ്പോഴും തന്നുകൊണ്ടിരിക്കുന്നത് അതാണ്. അപ്പോൾ അത്യാഗ്രഹങ്ങൾ, നോൺ ലോങ്ങിങ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ ഉള്ളതിൽ സന്തോഷിച്ച് ഇരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അപരിഗ്രഹം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോൺ ലോങ്ങിങ് ഓർ നോൺ പൊസസീവ്നെസ്, പൊസഷൻസ്, അത്തരം കാര്യങ്ങളോട് ഒന്നും ഒരു അത്യാഗ്രഹങ്ങളൊന്നും ഇല്ലാതിരിക്കുക. രണ്ടാമത്തെ ലിംബായിട്ടുള്ള, രണ്ടാമത്തെ സ്ട്രീമായിട്ടുള്ള നിയമ എന്ന് പറഞ്ഞിട്ടുള്ളതിൽ നമ്മളുടെ പേഴ്സണൽ ഒബ്സർവൻസസ് ആണ്. അതെന്താ വെച്ചാൽ എന്തൊക്കെയാണ്? ശൗച, ക്ലെൻലിനെസ്, സന്തോഷ. ക്ലെൻലിനെസ് എന്ന് പറഞ്ഞാൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കുക, കുളിക്കുക, ഇതൊക്കെ. അതായത് നമ്മൾ എപ്പോഴും വൃത്തിയോടെ നമ്മളുടെ സെൽഫിനെ തന്നെ കീപ്പ് ചെയ്യുക എന്നുള്ളത്. സന്തോഷ എന്ന് പറഞ്ഞാൽ കണ്ടൻമെൻറ്റ്, മീൻസ് എന്താ പറയുക, സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ഇതായും, വാട്ട് എവർ ലിറ്റിൽ ബിറ്റ് തിങ്സ് യു ആർ ഗെറ്റിംഗ്, യു വിൽ ബി കണ്ടൻറ്റഡ് വിത്ത് വാട്ട് എവർ സ്റ്റേറ്റ് യു ആർ ഇൻ ഓർ വാട്ട് എവർ യു ആർ ഗെറ്റിംഗ്. ചിലർക്ക് നേരത്തെ പറഞ്ഞ പോലെ ഈ ലോങ്ങിങ്ങിനോട് ഉള്ളൊരു ഇത് ഭയങ്കരമാവും, ഒന്നിലും സാറ്റിസ്ഫൈഡ് ആവാതെ എല്ലാത്തിനോടും അത്യാഗ്രഹവും ഒക്കെ ഉള്ള, കുശുമ്പും ഇതൊക്കെ ഉള്ള, അതൊന്നും ഇല്ലാതെ വളരെയധികം സന്തോഷത്തോടെ കണ്ടൻറ്റഡ് ആയിട്ട് ജീവിക്കുക എന്നുള്ളതാണ്, ഏതവസ്ഥയിലാണെന്നുണ്ടെങ്കിലും. അടുത്തതാണ് തപ എന്ന് പറയുന്നത്. മീൻസ് ഓസ്ട്രിറ്റി, സിവിയർ സിംപ്ലിസിറ്റി, ഹാർഷ് ഡിസിപ്ലിൻ, സന്യാസമില്ലേ, വ്രതം. അതാണ് ഈ തപസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് സ്വാധ്യായ. സ്വാധ്യായ എന്ന് പറഞ്ഞാൽ സെൽഫ് സ്റ്റഡി ഓർ സെൽഫ് അനാലിസിസ്, സെൽഫ് ക്രിറ്റിസിസം, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ഒരു ഇൻട്രോസ്പെക്ഷൻ നടത്തുന്ന രീതിയിലുള്ള ഒരു വ്യക്തിയായിട്ടിരിക്കുക. എന്നിട്ട് we must be able to change ourselves if we go somewhere wrong. Okay, so self study, സെൽഫ് അനാലിസിസ്, ഇൻട്രോസ്പെക്ഷൻ, ഇതൊക്കെയാണ് ഈ സ്വാധ്യായം എന്നുള്ളതുകൊണ്ട് അർത്ഥാക്കുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ ഇസ് ഈശ്വര പ്രണിധാനം, വിച്ച് മീൻ സറണ്ടറിങ് ടു ഗോഡ്, സറണ്ടറിങ് അവർ തോട്ട്സ്, അവർ ഡീഡ്സ്, എവറിത്തിങ് ടു ഗോഡ്. ഇതാണ് ഈ നിയമങ്ങൾ എന്ന് പറയുന്നത്. 5 യമാസും നിയമ. ചില ക്വസ്റ്റ്യൻസിലൊക്കെ നിയമ എന്ന് മാത്രം കാണാം കേട്ടോ. അപ്പം അതെന്താണെന്നുള്ളത് ഇപ്പോൾ രാജയോഗയിലെ 8 ലിംസിലെ ഫസ്റ്റത്തെ 2 അത് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം, ഇതാക്കണം, എഴുതാൻ പറ്റണം. മൂന്നാമത്തതാണ് ആസനാസ്. ആസന പ്രാണായാമം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സ്ഥിരം സുഖമാസനം എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ ഡെഫിനിഷൻ പതഞ്ജലിയുടെ. സ്റ്റഡി കംഫർട്ട് posture, special body postures which give steadiness and comfort and make the body strong.
These are the specific postures which bring steadiness and comfort for controlling the body. Right? കുറച്ച് ആസനാസ് നമുക്ക് പഠിക്കാനുണ്ട് ഇതിൽ. അത് വരും ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാം. അടുത്തതാണ് പ്രാണായാമ ടെക്നിക്സ്. ദീസ് ആർ പ്രാണസ്യായാമ എന്ന് പറഞ്ഞിട്ടുള്ള പ്രാണായാമ കൺട്രോൾ ഓഫ് പ്രാണ ഈസ് പ്രാണായാമ എന്ന ഡെഫിനിഷൻ നമുക്കറിയാം. അതിൻ്റെ this means the control over prana, the vital force, through breathing exercises. Pranayama is the technique for controlling the breathing, thereby controlling the mind. ശരിക്കും പ്രാണായാമ 3 തരം പ്രാണായാമ ഉണ്ട്. ചന്ദ്രഭേദന, അതായത് കൂളിംഗ് പ്രാണായാമമാണ്. സൂര്യഭേദന എന്ന് പറഞ്ഞാൽ ഹീറ്റിംഗ് ബ്രീത്തിങ് എക്സസൈസ്. ആൻഡ് നാഡീശോധന പ്രാണായാമ. അത് പ്രാണായാമൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ പറയാം, അടുത്ത ഇതിൽ വരുന്നുണ്ട്. ജസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് സൂര്യഭേദന, ചന്ദ്രഭേദന, നാഡീശുദ്ധി. അത് ഇതിൻ്റെ പേരൊന്നും കേൾക്കുമ്പോൾ കൺഫ്യൂസ്ഡ് ആവാനൊന്നുമില്ല. ഇതൊക്കെ സിമ്പിളായിട്ടുള്ള എക്സസൈസാണ്. ഈ ലെഫ്റ്റ് നോസ്ട്രിൽസിലൂടെ ബ്രീത്ത് ഇൻ ചെയ്ത് റൈറ്റിലൂടെ ബ്രീത്ത് ഔട്ട് ചെയ്യുന്നതിനാണ് ചന്ദ്രഭേദന എന്ന് പറയുന്നത്. അതേപോലെ ലെഫ്റ്റ് നോസ്ട്രിലിലൂടെ റൈറ്റിലൂടെ ഇൻഹേൽ ചെയ്ത് ലെഫ്റ്റിലൂടെ എക്സേൽ ചെയ്യുന്നതിനാണ് സൂര്യഭേദന എന്ന് പറയുന്നത്. നാഡിശുദ്ധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമ്പിനേഷൻ ഓഫ് ബോത്ത് ദീസ് രണ്ടും കൂടെ യൂസ് ചെയ്യുന്നത് ബാലൻസിങ് പ്രാണായാമ ആണ്. അപ്പോൾ അത് നമ്മൾ വരുന്ന ഇതിൽ ക്ലാസ്സിൽ നമുക്ക് എന്താ പറയുക എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. അത് പ്രാണായാമ ടെക്നിക്സ് പറയുന്നുണ്ട്, അതിൽ പറയാം. അടുത്തതാണ് പ്രത്യാഹാര. പ്രത്യാഹാര മീൻസ് കൺട്രോൾ ഓഫ് സെൻസസ്. അതായത് നമ്മളിപ്പോൾ ആദ്യം യമ നിയമ, അതായത് സോഷ്യലി നമ്മൾ കമ്മിറ്റഡായി പേഴ്സണൽ ഡിസിപ്ലിൻ, നമ്മൾക്ക് ഇത്തരം കാര്യങ്ങൾ ശൗച, സന്തോഷ, തപ, സ്വാധ്യായ, ഈശ്വര പ്രണിധാന കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് വന്നു. പിന്നെ ആസനാസിലൂടെ നമ്മളെ ബോഡീനെ നമ്മൾ കൺട്രോൾ ചെയ്തു. നമ്മൾക്ക് സ്റ്റഡി കംഫർട്ടബിൾ പോസ്റ്റേഴ്സും അതിൽ ഡിസ്കംഫർട്ടൊന്നും ഇല്ലാതെ പതിയെ നമ്മൾ ശരീരത്തിനെ നമ്മളുടെ കൺട്രോളിലാക്കി. പിന്നെ ശ്വാസത്തിനെ, ബ്രീത്തിനെ, വൈറ്റൽ ഫോഴ്സിനെ നമ്മൾ സാവധാനം കൺട്രോൾ ചെയ്തിട്ട് ഇനി അടുത്ത സ്റ്റേജാണ് നമ്മളുടെ സെൻസ് ഓർഗൻസിനെയും കൂടെ. അപ്പോൾ ഒരാൾക്ക് ശരീരവും അതേപോലെ മനസ്സ്, അതായത് ശ്വാസത്തിനെയും ഇതാക്കിയാൽ എന്ത് പറ്റും, ഈ പ്രത്യാഹാര എന്ന് പറഞ്ഞാൽ അതായത് കൺട്രോൾ ഓഫ് സെൻസസ് എന്നുള്ള ഇതിലേക്ക് എത്താൻ പറ്റും. ആസനാസ് ആൻഡ് പ്രാണായാമ മേക്ക് strong foundation to pratyahara. Control of senses can be possible when the body is steady and the breath is controlled. So while controlling the body and getting control over the mind, we will be able to have a control over our senses. Sense organs ഏതൊക്കെയാണ് നമുക്കുള്ള 5 സെൻസ് ഓർഗൻസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയുന്നതാണ്. നമ്മളുടെ ഇയർ, അതേപോലെ ഐസ്, then nose, then tongue and skin. These are the sense organs. അപ്പം ഈ സ്മെല്ല്, ടേസ്റ്റ്, ലിസണിങ്, ഹിയറിങ്, then വാച്ചിങ്, സീയിങ് ആൻഡ് ടച്ച്, ഈ സെൻസസിനെല്ലാം, ഈ സെൻസ് ഓർഗൻസിനെല്ലാം ഒരു കൺട്രോൾ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇത് പ്രത്യാഹാര കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് ധാരണ. ധാരണ എന്ന് പറഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കോൺസെൻട്രേഷൻ എന്നുള്ളതാണ്. ധാരണയും ധ്യാനയും ധ്യാനം എന്ന് പറഞ്ഞാലും ധ്യാനം എന്ന് പറഞ്ഞാൽ മെഡിറ്റേഷൻ. ഈ ധാരണ, ധ്യാന എന്ന് പറഞ്ഞാൽ ദേ ആർ ക്ലോസ്ലി റിലേറ്റഡ്. ധാരണ, കോൺസെൻട്രേഷനും ധ്യാനം എന്താണെന്ന് വെച്ചാൽ അതും അതിൻ്റെ മലയാളം എന്താ പറയുക, മെഡിറ്റേഷൻ. അതായത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് കോൺസെൻട്രേഷൻ ഓൾസോ. സോ ധാരണയും ധ്യാനവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ധാരണ എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ബ്രോഡായിട്ടുള്ള കോൺസെൻട്രേഷനാണ് ധാരണ എന്ന് പറയുന്നത്. അതായത് ഇഫ് യു ആർ ഫോക്കസിങ് യുവർ മൈൻഡ് ഓൺ എ പെർട്ടിക്കുലർ ഈവൻറ്റ്, നമ്മൾ കടന്നു പോയിട്ടുള്ള ഒരു ഈവൻറ്റിനെ കുറിച്ച്, അതിനെക്കുറിച്ചാവാം, അതല്ലെങ്കിൽ ഒരു ബ്യൂട്ടിഫുൾ സീനറി,
എ മൗണ്ടെയിൻ, അല്ലെങ്കിൽ എന്താ സീഷോർ ഡ്യൂറിങ് സൺസെറ്റ്, ഇത്തരം അതൊരു ഒരു ഇവൻ്റാണ്, അല്ലെങ്കിൽ സീരീസ് ഓഫ് ഇവൻറ്റ്സ് ആവാം. അതല്ലെങ്കിൽ വലിയ എന്തെങ്കിലും, ഇപ്പോൾ ഒരു കാടിലൂടെയുള്ള യാത്ര, ഇങ്ങനെ വലിയൊരു ബ്രോഡർ കോൺസെപ്റ്റിൽ മനസ്സിനെ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുന്നതിനാണ് കോൺസെൻട്രേഷൻ എന്നുള്ളത്. അതായത് ധാരണ എന്നുള്ള കോൺസെപ്റ്റിൻ്റെ, ധാരണ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് അത് ഇനീഷ്യൽ ഇതാണ് സ്റ്റേജിലുള്ള, അതായത് മെഡിറ്റേഷൻ്റെ ഇനീഷ്യൽ സ്റ്റേജസ് ആണ് അത്. അതായത് ധാരണ തുടക്കക്കാരനുണ്ട്, അല്ലെങ്കിൽ ഒരു ബ്രോഡർ കോൺസെപ്റ്റിലുള്ള വൈഡ് ഏരിയ ലൈക്ക് സീനറീസ് വിച്ച് ഇൻക്ലൂഡ്സ് മൗണ്ടെയിൻസ്, ട്രീസ്, ആനിമൽസ് എറ്റ്സെട്ര. ആൻഡ് വേറാസ് ധ്യാന എന്ന് പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, സിംഗിൾ ഫോക്കസ്ഡ് മൈൻഡാണ് ധ്യാനമൊക്കെ ഉള്ളത്. ഓക്കെ, ധ്യാന ഈസ് ടു ഗെറ്റ് അവർ മൈൻഡ് ഇൻ വൺ പോയിൻറ്റഡ്, ഒരു സിംഗിൾ ഫോക്കസ്ഡ് മൈൻഡ്, എക്സ്ക്ലൂസീവ് അറ്റൻഷൻ, അതിനാണ് എന്തെന്ന് പറയുക മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. സിംഗിൾ ഫോക്കസ്ഡ് മൈൻഡാണ്. അതിനൊരു എക്സാമ്പിളാണ് ഐബ്രോ സെൻറ്റർ ഗേസിങ്. നമ്മളുടെ ഐബ്രോൻ്റെ ഇടയിലുള്ള ഒരു സ്പേസ് ഇല്ലേ, നമ്മൾ പൊട്ടൊക്കെ തൊടുന്ന കുട്ടികൾ, ആ ഒരു ഇതിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് കുറേ സമയം അതിൽ സസ്റ്റെയിൻ ചെയ്യാനുള്ള എബിലിറ്റിനാണ് അതാണ് ഒരു സിംഗിൾ ഫോക്കസ്ഡ് മൈൻഡ് എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ഫോക്കസിങ് ആർ അറ്റൻഷൻ ഓൺ എ കാൻഡിൽ ഫ്ലെയിം. നമ്മൾ ഇപ്പോൾ മെഡിറ്റേഷൻ്റെ ഇപ്പോൾ ചില സിനിമകളിലൊക്കെ പിക്ചറൈസ് ചെയ്യുക, ഏതെങ്കിലും ഒരു കുറേ വട്ടത്തിൻ്റെ ഇടയിൽ ഒരു കുത്തുണ്ടാവും, അതുമേൽ മാത്രം നോക്കിയിരിക്കാൻ പറയണത്. അതല്ലെങ്കിൽ നമ്മളുടെ ഈ ഫോക്കസിങ് ദ അറ്റൻഷൻ ഓൺ എ കാൻഡിൽ ഫ്ലെയിം അല്ലേ, കാൻഡിൽ ഫ്ലെയിമിൽ മാത്രം നോക്കി നമ്മൾ. പക്ഷെ അതൊന്നും ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ കുറച്ച് സമയം കൊണ്ട് നമ്മളുടെ അറ്റൻഷനൊക്കെ പോയി നമ്മളുടെ ഇതിലേക്ക്, മനസ്സിലേക്ക് കുറേ തോട്ട്സൊക്കെ വന്ന് നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവും. പക്ഷേ ഈ എന്താ പറയുക, യോഗനിദ്രയിൽ, അതായത് ശവാസന നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ നമ്മൾ ഇൻസ്ട്രക്ടർ ഇങ്ങനെ ഓരോ പിക്ചേഴ്സും ഓരോ ഇൻസിഡൻസും അല്ലെങ്കിൽ ഓരോ വിഷ്വൽസും അവരുടെ അടുത്ത് പറയും. ഇപ്പോൾ ക്ലോസിങ് അല്ലെങ്കിൽ സൺസെറ്റ്, എന്താ പറയുക, സൺ ഡ്യൂറിങ് സൺസെറ്റ്, അല്ലെങ്കിൽ റൈസിങ് സൺ, അല്ലെങ്കിൽ ഒരു ജെൻറ്റിൽ ബ്രീസ്, അതിങ്ങനെ ഫീൽ ചെയ്യാൻ പറയും. അതല്ലെങ്കിൽ ഇങ്ങനെ ഈ പാറിപ്പറന്ന് ഇങ്ങനെ നടക്കുന്ന അപ്പൂപ്പൻ താടി, അതിനെ മാത്രം ഇങ്ങനെ കണ്ണടച്ചിട്ട് വിഷ്വലൈസ് ചെയ്യാൻ പറയും. അതല്ലെങ്കിൽ അങ്ങനെ കുറേ ഇതുണ്ട്, ടെക്നിക്സ് ഉണ്ട്. അതിലൂടെ നിങ്ങളുടെ മനസ്സിനെങ്ങനെ കൊണ്ടുപോയി, അതിനാണ് എന്താ പറയുക നമ്മൾ ധാരണ എന്ന് പറയുന്നത്. ധാരണ കുറേ പ്രാക്ടീസ് ചെയ്ത് അതിലൂടെ നമ്മൾ എന്തിലെത്തും, ധ്യാന എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക് എത്തും. ഓക്കെ, അതായത് സിംഗിൾ ഫോക്കസ്ഡ് മൈൻഡിലേക്ക് വരാൻ നമ്മളെ കൊണ്ട് സാധിക്കും. ആൻഡ് ലാസ്റ്റത്തെ ഇതാണ് എന്താണ്, ലാസ്റ്റത്തെ സ്റ്റെപ്പാണ് സമാധി. അതായത് അൾട്ടിമേറ്റ്ലി വി വിൽ റീച്ച്, ഇതെല്ലാം റെഗുലറായിട്ട് പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആൾ അവസാനം സമാധി എന്ന് പറഞ്ഞിട്ടുള്ള സാൽവേഷൻ അല്ലെങ്കിൽ സൂപ്പർ കോൺഷ്യസ്നെസ് എന്നുള്ള സ്റ്റേറ്റിൽ എത്തും എന്നുള്ളതാണ് പറയണത്. അപ്പോൾ അതിൽ ഇത് എന്താ പറയുക, അഡ്വാൻസ്ഡ് ഹയർ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് ആണ് സമാധി എന്ന് പറയുന്നത്. ഏറ്റവും സൂപ്പർലെറ്റീവ് ഡിഗ്രിയാണ്. അഡ്വാൻസ്ഡ് സ്റ്റേറ്റ് ഓഫ് മെഡിറ്റേഷനാണ് സമാധി എന്ന് പറയുന്നത്, വിച്ച് ഈസ് എ ഹയർ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ്. അതായത് ഈ പ്രോസസ്സ് ഉണ്ടല്ലോ, പ്രോസസ് ഓഫ് മെഡിറ്റേഷൻ വിൽ become continuous and effortless. The mind will attain the state of samadhi. അതായത് ഈ മെഡിറ്റേഷൻ നമ്മളുടെ ഫോക്കസും കോൺഷ്യസ്നെസ്സും വളരെ എഫേർട്ട്ലെസ് ആയിട്ട്, വളരെ എന്താ പറയുക, എത്രയും സമയം വേണമെന്നുണ്ടെങ്കിലും ഈ ഒരു എന്താ പറയുക എക്സ്ട്രീം ഹയർ സൂപ്പർ കോൺഷ്യസ് സ്റ്റേറ്റിൽ അവർക്ക് ഇരിക്കാൻ പറ്റും, ഈ സമാധി എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ. അതായത് ദിവസങ്ങളോളമാണെങ്കിലും ഇതാണെങ്കിലും അങ്ങനത്തെ ഒരു സൂപ്പർലേറ്റീവ് സ്പിരിച്വാലിറ്റിയിലെത്തുന്ന ഒരു സ്റ്റേറ്റാണിത്. അത് ഒരു സൂപ്പർ ഹ്യൂമൺ ആയിട്ട് ആളുകൾ മാറും. അത്രയും എന്താ പറയുക തോട്ട്ലെസ് ആവുന്നൊക്കെയാണ് ഞാൻ എൻ്റെ PG ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്കൊരു സെമിസ്റ്റർ മുഴുവൻ യോഗയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ യോഗൻ്റെ ടീച്ചർ ഇങ്ങനെ പറഞ്ഞ് കേൾക്കുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണത്. ടീച്ചർ ഇങ്ങനെ പറയും, അത് അവർക്ക് എന്താ പറയുക തോട്ട്സോ ഫീലിങ്സെന്നോ ഇത് ഒന്നിനോടും ഒരു വെറുപ്പും സന്തോഷവും ഒന്നുമില്ലാത്ത ഒരു എക്സ്ട്രീമായിട്ടുള്ള സൈലൻസ്, ഒരു ബ്ലിസ്നെസ്, കംപ്ലീറ്റ് കാം സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. അത്
എത്ര നേരം വേണമെങ്കിലും അങ്ങനെ ഇരിക്കാനുള്ളൊരു എബിലിറ്റി, ഇത് വേറെ ഒന്നിലും ഒരു ഇതുമില്ലാതെ, അതാണ് അത്ര ഏറ്റവും ഹാപ്പിയസ്റ്റ് സ്റ്റേറ്റ് മനസ്സിൻ്റെ. അതായത് നോ ഫീലിങ്സ്, നോ വറീസ്, നത്തിങ് ടു ഡിസ്ട്രാക്ട് ദം, കംപ്ലീറ്റ് സൈലൻസ്. അതാണ് ഈ സൂപ്പർ കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ഈശ്വര സാക്ഷാത്കാരം എന്ന് അർത്ഥാക്കണമെന്നൊക്കെയാണ് അവരൊക്കെ പറഞ്ഞിട്ടുള്ളത്. സോ സമാധി എന്തെന്നാണ് സാൽവേഷൻ ഓഫ് സൂപ്പർ കോൺഷ്യസ്നെസ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് പ്രോസസ് ഓഫ് മെഡിറ്റേഷൻ വിൽ ബി കണ്ടിന്യൂസ് ആൻഡ് എഫേർട്ട്ലെസ്. ഓക്കെ, കണ്ടിന്യൂസ് ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ടുള്ള ലോങ് ആയിട്ടുള്ള എഫേർട്ട്ലെസ് ആയിട്ടുള്ള മെഡിറ്റേഷൻ, ഹയർ ഡിഗ്രി ഓഫ് മെഡിറ്റേഷനാണ്, അഡ്വാൻസ്ഡ് സ്റ്റേറ്റ് ഓഫ് മെഡിറ്റേഷനാണ് സമാധി എന്ന് പറയുന്നത്. സോ ഇത്രയാണ് എന്ത് നമ്മളുടെ അഷ്ടാംഗയോഗ രാജയോഗനെ കുറിച്ചിട്ടുള്ള ഈ 8 സ്ട്രീമുകൾ. സോ അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, സോ അടുത്ത ക്ലാസ്സുകളിൽ ഞാൻ മറ്റേ ആസനാസ് അത് ഞാനിങ്ങനെ PPT ഇട്ടിട്ട് എനിക്ക് സമയം കളയണ്ട, ഞാൻ അതിൻ്റെ നോട്ട് ഞാൻ നിങ്ങൾക്ക് അത് വെച്ചിട്ട് ഇതാക്കാം. അതിൻ്റെ വേറെ എന്താ നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം പഠിക്കണം എന്നുള്ളത് ഞാൻ പറയാം. സാധാരണ നമ്മൾ പ്രാക്ടിക്കൽ അവേഴ്സ് വെക്കാറുണ്ട് കുട്ടികൾക്ക്. ഇങ്ങനെ പ്രാക്ടിക്കലി നമ്മൾ ചെയ്യും ഈ ആസനാസൊക്കെ, അപ്പം അവർ പെട്ടെന്ന് അത് പഠിക്കുകയും ചെയ്യും. പിന്നെ അതിൻ്റെ ഫിസിയോളജിക്കൽ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, സൈക്കോളജിക്കൽ അഡ്വാൻറ്റേജ് എന്തൊക്കെയുണ്ട്, ഇതായിട്ട് എന്തൊക്കെയാണ് അതിൻ്റെ ബെനിഫിറ്റ്സ് എന്നൊക്കെ ഉള്ളത് നമ്മൾ പഠിക്കും ചെയ്യുമ്പോൾ തന്നെ. പക്ഷേ ഇപ്പോൾ നമ്മളുടെ ഈ ഒരു ഇതിൽ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്കില്ലാത്തതുകൊണ്ട് ഞാനതിൻ്റെ നോട്ട്സ് ഞാൻ തരാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ വല്ലതോ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കണം നിങ്ങൾ. ഇങ്ങനെ ഇത് ഞാൻ പറഞ്ഞ പോലെ മറ്റേ പള്ളിക്കാട്ട് ചെന്ന് സലാം പറയണ പോലെയാണ്, ഒരു റെസ്പോൺസും എനിക്ക് അറിയണില്ല. നിങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ടോ, നിങ്ങളിത് കേൾക്കുന്നുണ്ടോ? എന്തായാലും ഈ ഇതിൻ്റെ അവസാനം, അതായത് യോഗയുടെ അവസാനം ഞാൻ റാൻഡമായിട്ട് നിങ്ങൾക്കൊരു ഡേറ്റ് തരും. എന്നിട്ട് നമ്മളുടെ ഗ്രൂപ്പിൽ എല്ലാവരുടെയും നമ്പറുണ്ട്. പല കുട്ടികളും എനിക്ക് നേരിട്ട് അറിയില്ല, വളരെ കുറച്ച് ആളുകൾ എനിക്കറിയില്ല. പക്ഷെ ഞാൻ അതിൽ നിന്നൊരു 10 ആൾക്കാരെ റാൻഡമായിട്ട് ഞാൻ കോൾ ചെയ്യും. എന്നിട്ട് ഞാനിതിൻ്റെ കോൺസെപ്റ്റ്സും അല്ലെങ്കിൽ ഇതൊക്കെ ചോദിക്കും. അതായത് കുറച്ച് ദിവസത്തിൽ ഞാനത് കംപ്ലീറ്റ് ചെയ്യും ആ ലിസ്റ്റിനെ. എന്നിട്ട് അതൊക്കെ നിങ്ങളുടെ ഇൻറ്റേർണലിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യട്ടെ. ഞാനൊരു ഒറ്റൊരു എക്സാമായിട്ട് ഞാനത് നടത്തലുണ്ടാവില്ല. ഇപ്പോൾ അന്ന് നിങ്ങൾ അയച്ചിരുന്ന ഇതൊക്കെ എൻ്റെ കയ്യിലുണ്ട്. സോ അതുകൊണ്ട് നിങ്ങളിത് പഠിക്കണം. ഇത് എനിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ പറയണത്. ഇത് നിങ്ങളിങ്ങനെ പെൻഡിങ്ങിലിട്ടാൽ അവസാനം അതൊരു ബേർഡനായി. ശരിക്കും ഫുൾ മാർക്ക് കൂളായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. നിങ്ങളുടെ ടോട്ടൽ ഇതിലേക്കൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യും. എന്തായാലും ഇത് പഠിക്കുക. ഇതിലൂടെ ഒന്ന് ഇതൊക്കെ കേട്ട് ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വയ്ക്കുക കേട്ടോ. ഓക്കെ ദെൻ, ബൈ ബൈ, ടേക്ക് കെയർ.